പടച്ചതമ്പുരാന് വേണ്ടി നിരാഹാരം കിടന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പൊന്നമ്പിളി ഈ ആകാശത്തിന്റെ വിധിമാറിലുടയം കൊള്ളുമ്പോ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പ്രധാനട്ടാനത്തിൽ മരണപ്പെട്ടു പോകുന്ന 10,000-കണക്കിന് വിശ്വാസികള് ഭാഗ്യം വിശ്വാസികള് അവര് മരിച്ചുപോയി എന്ന് പറയാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്ത് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോകുമ്പോൾ അവര് മരിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മഹാനാണ് ഈ വർണ്ണശബളമായ ഈ മിന്നുന്ന താരങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ മഖാമിൽ കിടന്നുറങ്ങുന്നത്. ആ വിഭാഗമാണ്. അള്ളാഹു അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് ആ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് വിടാനുള്ള ഭാഗ്യം തരട്ടെ. അങ്ങനെ മരണപ്പെട്ടിട്ട് മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്തിനോട് പ്രഖ്യാപിച്ചു കൊടുത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. മരിച്ചിട്ടും മരിക്കാത്തവരാരാണ്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം നമസ്കാരത്തിൽ മരണപ്പെട്ടു പോയവര് മരിച്ചവര് തന്നെയാണ്. നോമ്പുകാരായി മരണപ്പെട്ടവര് തന്നെയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനിടയിൽ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നവര് മരിച്ചവര് തന്നെയാണ്. പക്ഷേ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളിലൂടെ വന്ന് കണ്ണോടിക്കുമ്പോ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ലോകത്തോട് പറയുകയാണ്, അള്ളാന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടി മരണപ്പെട്ടു പോയ പടച്ചതമ്പുരാന് വേണ്ടിയിട്ട് ശരീരമോ ജീവനോ രക്തവും കൊടുത്തു പോയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹിന് വേണ്ടി പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് ശരീരവും ജീവനും രക്തവും കൊടുത്തു പോയ സുഹദാക്കള് മരണപ്പെട്ടെന്ന് പറയാന് പാടില്ല, മരിച്ചുപോയെന്ന് പറയാന് പാടില്ല. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ രണാങ്കണത്തിൽ പടഞ്ഞ് മരണപ്പെട്ടു പോകുന്ന രക്തസാക്ഷികള് അവരെ പെട്ട് നിങ്ങളെ മരിച്ചെന്ന് പറയാന് പാടില്ല എന്ന് അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പ്രിയപ്പെട്ടവര് കർണാടക സ്റ്റേറ്റിലെ കുടക് ജില്ലയില് ഈ ഒരു ഗ്രാമപ്രദേശത്ത് കിടന്നുറങ്ങുന്ന മഹാരഥന്മാര് മരണപ്പെട്ടു പോയതിന്റെ ആണ്ടാണെന്ന് പറയില്ല സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അവര് മരിച്ചിട്ടില്ല, മരിക്കാത്തവരാണ്. അവര് മരിച്ചെന്ന് പറയാ പാടില്ല. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 17ാമത്തെ രാവിലെ അഗ്നികൾക്ക് വേണ്ടി കിട്ട് മൗലവി ശരീഫ് ഓടിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചീരണിയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ എവിടെന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോ എന്റെ ബദരീങ്ങളുടെ ആണ്ടാണ്. അള്ളാന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിലെ പോരാടിയിട്ട് പടന്ന് മരണപ്പെട്ടു പോയ ബദരീങ്ങൾ മരിച്ചിട്ട് 14 കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ചീരണിയും കൊണ്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ബദരീങ്ങളെ മരിച്ചിട്ടില്ല മക്കള്, ഉഹുദീങ്ങളെ മരിച്ചിട്ടില്ല, ഹംദീങ്ങളെ മരിച്ചിട്ടില്ല, ഹൈബരീങ്ങളെ മരിച്ചിട്ടില്ല, യർമൂക്കീങ്ങളെ മരിച്ചിട്ടില്ല, തബൂക്കീങ്ങളെ മരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയവരൊന്നും മരിച്ചിട്ടില്ല. അവരെവിടെയാണ് ഇപ്പോഴുള്ളതെന്നറിയുമോ? മരിച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ട് അവൻ തന്നെ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പടച്ചതമ്പുരാന്റെ സാന്നിധ്യത്തിൽ അവര് ജീവിച്ചിരിക്കുകയാണ്. എവിടെയാണ്? പൊന്നാര നബി തങ്ങൾ തന്നെ പറയട്ടെ, ബദരീങ്ങൾ മരിച്ചിട്ടില്ല, ഉഹുദീങ്ങൾ മരിച്ചിട്ടില്ല. ദീനിന് വേണ്ടിയിട്ട് രക്തവും ശരീരവും സമയവും ജീവനും കൊടുത്തു പോയ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ശുഹദാക്കൾ മരിച്ചിട്ടില്ല. അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നറിയുമോ? അല്ലാഹു തന്നെ പറയുകയാണ്, എന്റെ ജീവിച്ചിരിക്കുന്നവരാ അവരെവിടെയാണ് കിടക്കുന്നതെന്നറിയോ? പച്ചപ്പക്ഷികളുടെ ഉള്ളറകൾ അവിടെ ആത്മാക്കളെ കടത്തിവിട്ടിരിക്കുകയാ. പച്ചപ്പക്ഷികളുടെ ഉള്ളറകൾ അവിടെ ആത്മാക്കളെ കടത്തിവിട്ടിരിക്കുകയാ. ഈ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് പച്ചപ്പക്ഷികൾ സുന്ദരമായ സ്വർഗത്തിന്റെ വിലായയിലൂടെ പാറിപ്പറക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുന്ദരമായ പരദീസയിലൂടെ പാറിപ്പറന്നടക്കുന്ന ശുഹദാക്കളെ വഹിച്ചുകൊണ്ട് പോകുന്ന പറവകളുണ്ടല്ലോ, അവരെവിടെയാണ് വൈകുന്നേരം അണയുന്നതെന്നറിയോ?
അർശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാനത്തിൽ അവര് വൈകുന്നേരം ചെന്ന് അഭയം പ്രാപിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുമ്പോ സുഭിക്ഷമായ സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കുന്നവരാ ശുഹദാക്കൾ. ഈ ശുഹദാക്കളുടെ പവർ എത്രയാ പ്രിയപ്പെട്ടവര്? ഞാനെന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ടെങ്ങാനും ഞാനും നിങ്ങളെ കടന്നുപോയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുനിയാവിൽ വരാൻ ആഗ്രഹിക്കൂല. മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ നാട്. എന്നാലും അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോയാൽ ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ കുതിക്കൂല. സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കൂല. നമസ്കാരക്കാര് പറയൂലല്ലോ, അല്ലാഹുവേ ഞാനൊരു വക്കത്ത് നമസ്കരിച്ചിട്ട് വീണ്ടും വരാ, എനിക്ക് സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലോട്ട് തിരിച്ചു പോകണമെന്ന്. നമസ്കാരക്കാരാ നീ പറയൂല, നോമ്പുകാരാ നീ അത് പറയൂല. 80, 97, 96 ദിവസങ്ങളാണ് റമളാനുള്ളത്. 96 ദിവസങ്ങൾ കഴിയുമ്പോ പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരികയാണ്. ആ റമളാനിൽ നോമ്പ് പിടിച്ച വിശ്വാസികള് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ലോകത്തോട് തിരിച്ചു വന്നിട്ട് നോമ്പുകാരായി വീണ്ടും പോണമെന്ന് കൊതിക്കൂല. ഹജ്ജാജിമാര് കൊതിക്കൂല, ഉംറ ചെയ്യുന്നവര് കൊതിക്കൂല, പണ്ഡിതന്മാര് കൊതിക്കൂല, സാദാത്യങ്ങള് കൊതിക്കൂല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാ കൊതിക്കുന്നവരെ ഒരു വിഭാഗമുണ്ട്. അവരാരെന്നല്ലേ? അല്ലാഹുവിന്റെ രക്തസാക്ഷികളായ ശുഹദാക്കളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? തസ്നീർ കൊടുത്തതിന് ശേഷം, സൽസബീൽ കൊടുത്തതിന് ശേഷം, കല്ലാറോ തേനാറോ പാലാറോ വെള്ളം കൊടുത്തതിന് ശേഷം എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാ തങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരുന്ന സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കൊതിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എന്തിന്റെ കുറവാണ്? കൈകൊണ്ട് തൊട്ടാല് പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പുകളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോരുടെ സ്വർഗത്തിനകത്ത് ഒന്നിനും ഒരു കുറവില്ല. എന്നാലും അല്ല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ലതും വേണോ? ഈ കിടന്നിറങ്ങുന്ന മഹാരന്മാരോടല്ല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ലതും വേണോ? നിങ്ങൾക്ക് വല്ലതും വേണോ? അവർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ നിങ്ങൾക്ക് ഇനി എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് ഇനി എന്ത് കിട്ടാനാ? ഞങ്ങൾക്ക് ആവശ്യത്തിലധികം അല്ലാഹുവേ നീ തന്നല്ലോ, നീ ഞങ്ങൾക്ക് ആവശ്യത്തിലധികം തന്നല്ലോ, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല പറയുകയാണ്, പോരാ, നിങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടി ചോദിക്കണമെന്ന് പറയുമ്പോ അവര് ചോദിക്കും, അല്ല ഞങ്ങൾക്കൊന്നും വേണ്ട. അല്ല, പടച്ചവൻ പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണേ. ആ സമയത്താണ് ശൂരാക്കൾ അല്ലാഹുവോട് ചോദിക്കുന്നു, അനതറുദർവാഹന യദ്സാദിനാ, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് ഒന്നേ ഒന്ന് മാത്രമാണ്. ഞങ്ങളുടെ ആത്മാവിനെ പച്ച പക്ഷികളിൽ നിന്ന് തിരിച്ചു തന്നു ഞങ്ങളുടെ ശരീരത്തിലോട്ടൊന്ന് കടത്തിവിടുമോ നാഥാ? ഞങ്ങളുടെ ദുനിയാവിലോട്ട് കടന്നു വന്ന് ഭാര്യാമക്കളോട് സന്തോഷിച്ചോടെ ജീവിക്കാനല്ല, ഭാര്യാമക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനല്ല, കച്ചവട സ്ഥാപനങ്ങൾ നോക്കി നടത്താനല്ല. പിന്നെയോ ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാഹുവേ വീണ്ടും 10 വട്ടം രക്തസാക്ഷിയാകാനാ, വീണ്ടും രക്തസാക്ഷിയാകാനാ അല്ലാഹുവിനോട് ആഗ്രഹം. ശുഹദാക്കൾ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനാണ് എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ